അമേരിക്ക മുൻപ് ഇറാനെ നേരെ ആക്രമണം നടത്തിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണവ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും ഒക്കെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ രീതി മാറി, ഒരു ഘട്ടം അടുത്ത ഘട്ടം പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ആക്രമണ രീതി എന്ന് പറഞ്ഞാൽ പ്രാദേശിക തലത്തിൽ, അതായത് റോഡുകൾ തകർക്കുക, പിന്നീട് ഈ പറഞ്ഞതുപോലെ പാലങ്ങൾ തകർക്കുക, ഈ രീതിയിൽ അവർ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ ഇപ്പോൾ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 8 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് 8 പേരുടെ മരണം എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുകയല്ല എങ്കിൽ കൂടെയും ഇത് വലിയ രീതിയിൽ ഗൾഫ് മേഖലയിലുള്ള മലയാളികളെ ബാധിക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഗൾഫ് മേഖലയെ മാത്രമല്ല, ഗൾഫ് മേഖലയും മലയാളികളെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ പോലും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തുന്നതിനുള്ള സാഹചര്യമുണ്ട്. കാര്യം എപ്പോഴും നമ്മുടെ ഈ എണ്ണ എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മളിലേക്ക് പ്രധാനമായും വരുന്നത്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകാവുന്ന ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലും ക്രമാനുഗതമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വലിയൊരു ഇടിവിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പോലെയുള്ള ഒരു വലിയ രാജ്യം, അമേരിക്ക ഇത് ലോക പോലീസിങ്ങിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഈ പറയുന്ന മരണമെന്ന് പറയാൻ പറ്റില്ല, കൊലപ്പെടുത്തലായിരുന്നു അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഒരു കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ, അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ അമേരിക്ക ഒരു ശക്തമായ നിലയിൽ ഒരു പ്രതിരോധത്തിലേക്കെന്നല്ല പറയുന്ന അക്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇറാനെ പോലെയുള്ള ഒരു രാജ്യവുമായി ആദ്യം ഈ തരത്തിലൊരു യുദ്ധത്തിന് തയ്യാറാക്കി വിടുകയായിരുന്നു. ഇസ്രായേൽ പോലെയുള്ള ഒരു തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു ശക്തമായ നീക്കമായിരുന്നു തുടക്കത്തിൽ അവർ നടത്തിയത്. അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്ക കണ്ടെത്തുന്ന ചില കാരണം ആണവ നിലയങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വരും കാലങ്ങളിൽ അവർക്കോ അവരുടെ കുട്ടികൾക്കോ ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള ആണവ ശേഖരം ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അതാണ് പൊതുവിൽ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ആണവ നിരായുധീകരണം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇവർ ഈ ആണവ റിയാക്ടറുകളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഇത് അങ്ങനെയല്ല ശരിക്കും സംഭവിക്കുന്നത്. ഈ വിശാലമായ എണ്ണപ്പാടം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ട്രംപിന്റെ നീക്കം എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഈ ലോക പോലീസിംഗിലേക്ക് ഇറങ്ങുക. അപ്പം ഇസ്രായേൽ വരുന്നു, ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ ഏകദേശം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിലേക്ക്, ഒരു വെടിനിർത്തൽ എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. അപ്പം ശക്തമായ ആ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖമേനിയുടെ കൊലപാതകം നടക്കുന്നു, ഖമേനിയെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ അമേരിക്ക നേരിട്ട് ഇപ്പോൾ ഇവരിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഒരു പേർഷ്യൻ എന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ശക്തമായ ഒരു പശ്ചാത്തലമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. എന്ന് വെച്ചാൽ അവർക്ക് റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മികച്ച രീതിയിലൊരു ആയുധാഭ്യാസമൊക്കെ നേടി നല്ല ശക്തരായി നിൽക്കുന്ന ഒരു കൂട്ടർ തന്നെയാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഈ പേർഷ്യൻ്റെ ഒരു കൾച്ചർ ഒക്കെ ഇവർക്കുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പം അവർ തിരിച്ചടിച്ചു തുടങ്ങി. അപ്പം ഈ പറയുന്ന ഗൾഫ് നാടുകളിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഇവരുടെ ഈ ഒരു ബേസുകളുണ്ട്, ഈ പറയുന്ന ഇവരുടെ ഒരു സൈനിക ക്യാമ്പുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ സൈനിക ക്യാമ്പുകളിലേക്ക് നിരന്തരം അക്രമം നടത്തുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കപ്പലുകൾ, അതായത് അമേരിക്കൻ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ നിങ്ങളുടെ പടയാളികളെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടാളക്കാരെ കൊണ്ട്, അവരുടെ ജഡവും കൊണ്ട് നിങ്ങളുടെ തീരത്തേക്ക് എത്തും എന്ന് ഒരു മുന്നറിയിപ്പ് ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ മരണമൊക്കെ നടക്കുന്നതും ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകം വധം നടക്കുന്നതും. പിന്നീട് അതിനുശേഷം കുറച്ചു കാലം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് 6th ഡേ ആണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല സ്ഥലങ്ങളിൽ, അതായത് ഇവരുടെ തന്ത്രപ്രധാനം റോഡുകൾ, കെട്ടിടങ്ങൾ, ആശുപത്രികൾ എന്ന് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ഇവിടെ എവിടെയാണ് നമ്മൾ കാണുന്ന ഇറാനിൽ നിന്ന് ആണവായുധം പിടിച്ചെടുക്കുന്ന സമീപനമുള്ളത്? ഒരു രാജ്യത്തെ സാമ്പത്തികമായി അസ്ഥിരതയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകൾ ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തണമെങ്കിൽ അവിടുത്തെ ആണവ റിയാക്ടറുകളെ ആക്രമിച്ചിട്ട് കാര്യമില്ല. അവിടുത്തെ സാധാരണക്കാരിലേക്ക് അക്രമം എത്തണം. അക്രമം എത്തിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുക.
അവരുടെ അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് തകർക്കുക. നമുക്കറിയാം ആശുപത്രികളിലേക്ക് അക്രമം നടത്താം, അവിടുത്തെ ഓഫീസ് സമുച്ചയങ്ങളിലേക്ക്, റോഡുകളിലേക്ക് തുടങ്ങിയ അക്രമം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. പിന്നെ ഇനി ഇന്ത്യയെ അത് പിന്നെ ഈ പറയുന്ന പോലെ ഇവർ പതുക്കെ ഇവരുടെ ഒരു ആക്രമണ പരിധി ഉണ്ടല്ലോ, ഇതിങ്ങനെ പതുക്കെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ഇവിടെ ഇപ്പം തുടക്കത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടുവരിക. ഇപ്പം നേരത്തെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച്, ഇപ്പം അത് കേന്ദ്രീകരിച്ച് തന്നെ ആയിരുന്നു അക്രമമെങ്കിൽ ഇവർ ഉൾപ്രദേശങ്ങളിൽ കൂടെ കയറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി അതാണ്. അപ്പം ഈ പറയുന്ന ബന്ദർ അബ്ബാസ്, ബന്ദർ ഖമീർ തുടങ്ങിയ ഈ പറയുന്ന അവിടെ ഈ രണ്ട് പ്രദേശങ്ങളിലെ ഈ തുറമുഖ നഗരങ്ങളും പാലങ്ങളും ഒക്കെയാണ് ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് എയർപോർട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ ആക്രമിക്കുമ്പോൾ ഒരു ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇപ്പം എയർപോർട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഫ്ലൈറ്റ് പോകാനോ താഴാനോ പറ്റില്ല. അവിടുന്ന് ഒരു പിന്നെ ഈ പറയുന്നൊരു ഓപ്പറേഷൻസ് നടക്കില്ല. എന്തിനാണ് എയർപോർട്ട് എന്നുള്ള അതിൻ്റെ ഓപ്പറേഷൻ തകർക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു തരത്തിലേക്ക് അക്രമം ഉൾപ്രദേശങ്ങളിലേക്കൂടെ തുറമുഖങ്ങൾ വിട്ടുകൊണ്ട് ഉൾപ്രദേശങ്ങളിലേക്കൂടെ വ്യാപിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല. കാര്യം ഇറാന്റെ ചോര അങ്ങനെയാണ്, ഇറാന്റെ ഒരു പാരമ്പര്യം അങ്ങനെയാണ്. അവർ തിരിച്ചടിച്ചു തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പം കുവൈറ്റ് ഉണ്ട്, ബഹ്റൈൻ, ജോർദാൻ, സിറിയ. അപ്പം ഈ പറയുന്ന ഇവരൊക്കെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ഈ രാജ്യങ്ങളിൽ അമേരിക്കൻ ക്യാമ്പുകളിലേക്ക് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ അവിടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ഓപ്ഷനുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇതിന്റെ അവകാശം പൂർണ്ണമായും ഞങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവഴി പോകുന്ന അതിൽ ചരക്ക് നീക്കത്തെ വരെ ഇവർ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇറാന്റെ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സംഭവിക്കുന്നത് ഇനി നമ്മളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം കുവൈറ്റ്, ബഹ്റൈൻ, UAE, ഇപ്പം ഈ രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മലയാളികളെ, അപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്ന, ഇപ്പം കുവൈറ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ ജോർദാൻ, ഇങ്ങനെയുള്ള UAE ഇവിടങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ടെന്നേ. അപ്പോൾ ഇവരുടെയൊക്കെ ജീവന് തന്നെ ഭീഷണി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ അക്രമം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളക്കാർ അല്ലെങ്കിൽ നമ്മളെ പോലെ മലയാളികൾ ഭയക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ ഇതേ തുടർന്നിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു പ്രശ്നം വരുന്നത് എന്താണെന്നറിയോ? അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അതായത് അവരൊക്കെ അവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം. ഈ പറഞ്ഞ എയർപോർട്ടുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുക, സൈനിക ക്യാമ്പുകൾക്ക് നേരെ അക്രമം ഉണ്ടാകുക, ജീവന് പോലും ഭീഷണി ആവുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവരെങ്ങനെ കേരളത്തിലേക്ക് വരും? തന്നെയുമല്ല, ഇനിയിപ്പം വരികയാണെന്ന് വെച്ചു, വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് തിരിച്ചു പോയാൽ അവിടെ ജോലി ഉണ്ടോ എന്നുള്ള ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൻതോതിലുള്ള നമ്മുടെ പ്രവാസികളുടെ ഒരു ശക്തമായ ഒരു മടക്കം ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലുള്ള ഒരു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ശക്തമായി മടങ്ങി വരുമ്പോൾ ഈ ആൾക്കാരെല്ലാം ഇവിടേക്ക് വരിക. സോ ഫലത്തിൽ അവർ ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തൊഴിലില്ലാത്തവരായിട്ടാണ്. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് പ്രവാസി പെൻഷൻ ഉണ്ടോ? ഇല്ല. പ്രവാസി പെൻഷൻ ഇവിടെ നിർത്തലാക്കിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാതായിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതായത് ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ പ്രവാസി പെൻഷനും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ജീവിതം, ഈ പറയുന്ന നമ്മുടെ പ്രവാസികളായി ഇന്ന് നിൽക്കുന്നവരുടെ ജീവിതം വലിയ കഷ്ടത്തിലും ദുരിതത്തിലും പോകുന്നേ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അവിടെ ജോലി ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവും. ആ ജോലി ഉണ്ടെങ്കിലേ ശമ്പളം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് വിദേശ നാണ്യം ഈ രീതിയിൽ വരുന്ന നമ്മുടെ അവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന പണത്തിൻ്റെ അളവ് കുറയും. റിവേഴ്സ് റിമിറ്റൻസ് അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്, VD സതീശൻ പറഞ്ഞത്. റിവേഴ്സ് റിമിറ്റൻസ് ഒക്കെ പറയുന്നത് വേറൊരു തലമാണ്. അപ്പോൾ ആ രീതിയിൽ അത് കുറയുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ആഗോളതലത്തിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവിന് കാരണമാകും. അത് നമ്മളെ ഒരുപാട് ബാധിക്കാനുള്ള പ്രശ്നം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എണ്ണ വിലയാണ് അടിസ്ഥാന വിലയായി നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഇറക്കുമതി അല്ലെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും, നമുക്കപ്പം വില വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം ഇപ്പം തന്നെ നമ്മൾ എത്രത്തോളം ആ വിലക്കയറ്റം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ പാചകവാതം നമുക്ക് കിട്ടാതായപ്പോൾ നമുക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. ഇന്ധനവിലയിലുണ്ടായി കുതിച്ചുകയറ്റം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും. ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അടിസ്ഥാന വില ഈ പറയുന്ന പെട്രോളാണ്. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും
ചരക്ക് നീക്കം നടക്കണമല്ലോ. ഇപ്പം ഒരു അരി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടുന്ന് വരണമെന്നുണ്ടെങ്കിൽ ചരക്ക് നീക്കം നടക്കണം. ചരക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടിക്കകത്ത് ഡീസൽ അടിക്കണം. അപ്പോൾ ഡീസലിന്റെ പൈസ കൊടുത്ത് വില കൂടുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടാവും. ആ വിലക്കയറ്റം രൂക്ഷമായ തോതിലേക്ക് നമുക്ക് അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഈ അമേരിക്ക കാരണം. ഞാൻ ആലോചിക്കുക, കുറെ കാലം ശാന്തമായി കിടന്നിട്ട് ഇപ്പോൾ അമേരിക്ക തുടങ്ങിയിരിക്കുന്ന ഈ യുദ്ധം കാരണം മറ്റൊരു രാഷ്ട്രവും അവിടുത്തെ ജനങ്ങളും അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് പറയുന്നത്. നേരിട്ടല്ലെങ്കിൽ പോലും നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാവും, നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകും, നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നതിന് കാരണമാകും. ഇത് കൂടാതെയോ ഓഹരി വിപണി കൂപ്പുകുത്തും. അങ്ങനെ എല്ലാ തരത്തിലും പിന്നെ ഈ പറയുന്ന നമ്മുടെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഒക്കെ നടത്തുന്ന എല്ലാം ഭയങ്കര നഷ്ടത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു ചെറിയ കാര്യമൊന്നും അല്ല. അമേരിക്ക ഇപ്പം ഇറാനെ ആക്രമിച്ചാലും അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളെപ്പോലെ പ്രവാസികൾ ധാരാളമുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകം തന്നെയാണ്. കുവൈറ്റിലാണെങ്കിലും UAE-യിലാണെങ്കിലും സൗദിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ അവിടെ പിന്നെ ജോലി ചെയ്യുന്നുണ്ട്. ശക്തമായി തന്നെ അവർ ജോലി ചെയ്ത് പോകുന്നവരുണ്ട്. നല്ല കുടുംബം പോറ്റുന്ന ആൾക്കാർ തന്നെയാണ് അവർ. അത് നല്ല രീതിക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, ഇടത്തരക്കാരും ഉണ്ട്, അതോടൊപ്പം തന്നെ അവിടെ ലേബർ വിസയിൽ പോയി ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ഈ അമേരിക്കയുടെ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അമേരിക്കയുടെ ഈ ഒരു ആക്രമണത്തെ ശരിക്കും അപലപിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക പോലീസിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം തെറ്റാണ്. ഒരിക്കലും ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തടയപ്പെടേണ്ടതും തടസ്സപ്പെടുത്തേണ്ടതുമായ ചില കാര്യങ്ങളാണെന്നുള്ളതാണ്.